കാഴ്ചയേകീനം ചേർത്തവനെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ ശത്രുവിൽ തല തകർത്തവനെ മാത്രയിൽ ജയം തന്നവനെ ശത്രുവിൻ തല തകർത്തവനെ മാത്രയിൽ ജയം തന്നവനെ ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവേ സ്തുതിമാനമേ ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവേ സ്തുതിമാനമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ കഷ്ടവും മഹാശാസനയും നിന്ദയും ഉള്ള ദിനവും ഇതേ കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ദിനവും ഇതേ ഉള്ളം കലക്കും കള്ള സഹോദരൻ പള്ളുര ചെയ്യുകിലെന്തു ഭയം ഉള്ളം കലക്കും കള്ള സഹോദരൻ പള്ളുര ചെയ്യുകിലെന്തു ഭയം സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി ഒന്നിനും പതറിയിടരുതേ കണ്ണീരിൽ വഴി പോയിടിലോ ഒന്നിനും പതറിയിടരുതേ കണ്ണീരിൽ വഴി പോയിടിലോ മന്നരിൽ വന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും മന്നരിൽ വന്നവൻ നമ്മോടു കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ പാറയിൽ നിന്നും തേൻ പൊഴിയും ജീവനീരിൽ നിന്നും കുടിക്കും പാറയിൽ നിന്നും തേൻ പൊഴിയും ജീവനീരിൽ നിന്നും കുടിക്കും മരുഭൂ പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകളിൽ മരുഭൂ പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകളിൽ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ ആശിച്ച ദേശം കാണുകയാൽ ക്ലേശമഖിലവും നീങ്ങുകയാൽ ആശിച്ച ദേശം കാണുകയാൽ ക്ലേശമഖിലവും നീങ്ങുകയാൽ യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ യേശു മണാളൻ ചേർത്തിടും വേഗം ശോഭിത മണവാട്ടിയായ നമ്മെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമായി താഴ്ചയിൽ എന്നെ ഓർത്തവനെ വീഴ്ചയിൽ നീയെ കാത്തവനെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ വീഴ്ചയിൽ നീയെ കാത്തവനെ കാഴ്ചയാലല്ല വിശ്വാസത്താലെ കാഴ്ചയേകി നിത്യം ചേർത്തവനെ കാഴ്ചയാലല്ല വിശ്വാസത്താലെ
വാഴ്ചയേകി നിത്യം ചേർത്തവനെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ ശത്രുവിൻ തല തകർത്തവനെ മാത്രയിൽ ജയം തന്നവനെ ശത്രുവിൻ തല തകർത്തവനെ മാത്രയിൽ ജയം തന്നവനെ ശത്രു മുൻപാകെ മേശയൊരുക്കും നിത്യനാമേശുവേ സ്തുതി മനമേ ശത്രു മുൻപാകെ മേശയൊരുക്കും നിത്യനാമേശുവേ സ്തുതി മനമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ കഷ്ടവും മഹാശാസനയും നിന്ദയും ഉള്ള ധീരഭൂമിയിലെ കഷ്ടവും മഹാശാസനയും നിന്ദയുമുള്ള ധീരഭൂമിയിലെ ഉള്ള കലക്കും കള്ള സഹോദരൻ പള്ളുര ചെയ്യുന്നില്ലെന്നു ഭയം ഉള്ളം കലക്കും കള്ള സഹോദരൻ പള്ളുര ചെയ്യുന്നില്ലെന്നു ഭയം സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ ഒന്നിനും പതറിയിടരുതേ കണ്ണീരിൻ വഴി പോയിടിലും ഒന്നിനും പതറിയിടരുതേ കണ്ണീരിൻ വഴി പോയിടിലും മല്ലൊരു ബന്ധവൻ നിന്നോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും മല്ലൊരു ബന്ധവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ പാറയിൽ നിന്നും തേൻ കൊഴിയോ ജീവനിൽ നിന്നും തേൻ കുടിക്കും പാറയിൽ നിന്നും തേൻ കൊഴിയോ ജീവനിൽ നിന്നും കുടിക്കും വരുമ്പോ പ്രയാണം കഴിയും വരെയോ വരയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ വരുമ്പോ പ്രയാണം കഴിയും വരെയോ വരയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ ആശിച്ച ദേശം കാണുകയാൽ ദേശമഖിലവും നീങ്ങുകയാൽ ആശിച്ച ദേശം കാണുകയാൽ ദേശമഖിലവും നീങ്ങുകയാൽ യേശുമണാളൻ ചേർത്തിടും വേഗം ശോഭിതമണവട്ടിയായ നമ്മെ യേശുമണാളൻ ചേർത്തിടും വേഗം ശോഭിതമണവട്ടിയായ നമ്മെ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ 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 സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമാ
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അനുഭവം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുരാത്മാവേ അമിതബലം തരണേ, ആദിയിലെന്ന പുരാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ, ധീരതയോടു നിൻ സേവ ചെയ്യുവാൻ
അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടുമായി നെഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടുമായി നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കാട്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുരാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പുരാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. നെഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. നെഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. അഗ്നിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ.
കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലോ, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലോ, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, ആത്മാവിൽ പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിന്റെ താഴ്വരയിൽ ഒരു സൈന്യം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിന്റെ താഴ്വരയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി
നമുക്ക് സൗഖ്യം തരുവാ, നമ്മെ ഫലമുള്ളവരാക്കി തീർക്കുവാ, നമ്മുടെ നിരാശകളെ മാറ്റുവാൻ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുത്തുകൾ നീങ്ങി പോകുമെങ്കിലും എന്റെ ദൈവത്തിനെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങി പോകുകയുമില്ല എന്ന് അരുളിച്ചവനായ യേശു തമ്പുരാൻ ഈ രാത്രികാലവും നമ്മുടെ മധ്യയുള്ളതിനാൽ ദിവ്യ സമാധാനത്താൽ തന്റെ ജനത്തെ നിറയ്ക്കുന്നവൻ. ഹല്ലേലൂയ. ഈ രാത്രികാലവും നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുകയോ, നമുക്കവരെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ വിളിച്ചറിയിക്കുന്ന തിരുമേശ ഈ രാത്രികാലം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ രാത്രികാലം ഹല്ലേലൂയ അതിലേക്ക് കരങ്ങളെ നീട്ടുമ്പോൾ നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ അതിലേക്ക് കരങ്ങളെ നീട്ടുക, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുറവുകളെ ദൈവസന്നിധാനത്തിൽ ഈ രാത്രികാലം ഏറ്റുപറയാ. കർത്താവേ, തിരുമേശയിൽ പങ്കാളിയായി തീരുവാൻ എന്നെ നീ യോഗ്യനാക്കി തീർക്കണമേ, എന്നെ നീ യോഗ്യയാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എബിബാറിന്റെ മാതാവ് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം കാണുവാനും അങ്ങേ സ്തുതിപ്പാനും ദൈവം ജീവിതത്തിൽ സമയം തന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പല ഭവനങ്ങളായിരുന്ന ഞങ്ങൾക്ക് കർത്താവേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് ഒരു ആരാധനയായി കൂടുവാൻ, ഒരു സഭായമായി കൂടുവാൻ ദൈവയുടെയാക്കിയനായി സ്തോത്രം സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്മകൾക്കായി വാഴ്ത്തുന്നു കർത്താവേ, വാഴ്ത്തുന്നു. കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയോ പേര് കർത്താവേ ഈ സമയം കാണാതോണം പൊടുതനും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ ഭവനങ്ങൾ സമാധാനമില്ല, അസ്വസ്ഥയില്ലാതായിരിക്കുമ്പോൾ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ വിടുവിച്ച ദൈവം മാർഗമായി കടന്നുപോയിരുന്ന സ്ഥാനത്തു നിന്നൊക്കെയും ദൈവം കൂട്ടിവരുത്തിയനായി സ്തോത്രം കർത്താവേ. ആരെങ്കിലും കടന്നു വരുന്നുണ്ടല്ലോ എത്രയും പെട്ടെന്ന് കടന്നു വന്ന് കർത്താവേ ഇപ്പൊ രാത്രി എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസരെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ ദേശത്ത് എത്രത്തോളം നിർത്തി കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ കർത്താവേ അനേകരെ രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ ദൈവയുടെയാക്കിയനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നടക്കുന്ന ശുശ്രൂഷയിലൊക്കെ എല്ലാവരും പങ്കുകൊള്ളുവാൻ ദൈവയുടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനപ്രകാരം ജീവിച്ച് കർത്താവേ നല്ലന്തം പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വാഹനമായി കടന്നു വരുന്ന സ്ഥാനത്തൊക്കെയും ദൈവം സൂക്ഷിക്കണമേ. ഭുജനമാർഗമായുള്ള അവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കാലം ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ, സൂക്ഷിക്കണമേ. രോഗത്താൽ ഭാരപ്പെട്ട ആരെങ്കിലും ആയിരിക്കുന്നതിൽ കർത്താവേ പൂർണ്ണ വിടുതലോടെ ആശ്വാസത്തോടെ കടന്നു പോകുവാൻ ദൈവയുടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ കാര്യങ്ങളിൽ കർത്താവേ അല്പസമയമായിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലെന്ന് പറയുവാൻ ഈ രാത്രി കാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്ര യേശു നാം തന്നെ. ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവാം കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ ആമേൻ. നല്ല ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ ആരാധിക്കുവാനായിട്ട് സഭയായി കൂട്ടിയൊരുത്തി ഞങ്ങളുടെ ദയക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഉപവാസ പ്രാർത്ഥനകൾക്ക് ശേഷം കർത്താവെ ഹല്ലേലൂയ തിരുസനിൽ സഭായോഗത്തോട് കടന്നു വരുവാൻ സ്വർഗമിടയാക്കിയതിനാൽ സ്തുതിക്കുന്നു. വാസ്തവമായി ദൈവിക സാന്നിധ്യം നിറച്ചിരിക്കുകയാൽ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ തലങ്ങളും ഒരു മാറ്റമാക്കി സ്വർഗം ഹല്ലേലൂയ രാത്രികാലത്തെ മീറ്റിംഗിന്റെയും മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും വിടുതൽ പ്രാപിക്കാതെ മടങ്ങാൻ ഇടയാവാതെ ഹല്ലേലൂയ
ദൈവിക സാന്നിധ്യം ആമൻ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ആമൻ സ്വതന്ത്രം ഹല്ലേലൂയ അത് ഹൃദയത്തിൽ നിറയുവാൻ അത് കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് ആമൻ മാറ്റപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമൻ ആരാധനയുടെ ആദിയോടന്തം കർത്താവേ ഞങ്ങളുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറങ്ങണമേ. ഓരോ ശുശ്രൂഷണതയും മാനിക്കണമേ, അനുഗ്രഹിക്കുമാറങ്ങണമേ. അങ്ങനെ പാടി ആരാധിപ്പാൻ ഹല്ലേലൂയ അടിയങ്ങളെ ബലപ്പെടുത്തിയതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. തുടർന്നുള്ള വചന ധ്യാനത്തെയൊക്കെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. തിരുമേശടികൾ മധ്യമുണ്ടല്ലോ കർത്താവേ. അവൻ സകല ശുശ്രൂഷകളും ചന്തോചിതമായി അവൻ തീരപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. വാസ്തവമായി തിരുസാന്ത്യത്താൽ നിറച്ചതിനാല് സ്തോത്രം. തുടർന്ന് മേൽക്കുമേൽ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. ഇടമക്കളായ ഇടങ്ങളെല്ലാം തിരുക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവും മഹത്വവും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി 103-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalms 103, 103-ാം സങ്കീർത്തനം. ആമേൻ. Psalms 103, 103-ാം സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്നെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവരെല്ലായ്പ്പോഴും വസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നുവല്ലോ. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ അവന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ഒന്നിച്ചേർന്ന് വായിക്കാം. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ താണിരിക്കാം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞ നാം നിത്യ സ്നേഹമേ, ദൈവസ്നേഹമേ,
Hallelujah, hallelujah. Glory Jesus, glory Jesus. ദേവാ, എത്രത്തോളം നാഥൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ഭക്തിയോടെ അങ്ങത്തോളം Oh, Jesus. ദേവാ, എത്രത്തോളം നാഥൻ എന്നെ സ്നേഹിച്ചുവല്ലോ. Hallelujah. സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സംഗീതം വായിച്ചു കേൾപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആമേൻ. സ്തോത്രം. രാത്രികാലം തിരുമേശയിൽ പങ്കാളികളായി തീരുവാനുള്ള നമ്മുടെ പ്രാഗൽഭ്യത്തെയും കർത്താവ് കേട്ടിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. ഭക്ഷിച്ച് പാനം ചെയ്ത് ബലപ്പെട്ട് ഈ രാത്രികാലം അടങ്ങിപ്പോകുവാൻ വിടുതൽ പ്രാപിച്ചവരായി, സന്തോഷം പ്രാപിച്ചവരായി, വിഷയങ്ങൾക്കെല്ലാം വിടുതൽ ലഭിച്ചു എന്ന് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം നമ്മെ യോഗ്യരാക്കി തീർക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. സാക്ഷിവാദനോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ വർത്തിക്കുലുക്കി വലിയൊരളവിൽ മടി തന്ന് കർത്താവ് നമ്മെ എല്ലാവരെയും മാനിക്കുന്നതിനായിട്ട് കർത്താവിന് വേണ്ടി അധികമായി ചിലവാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെല്ലാവരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. മഹാപരിശുദ്ധന്റെ നിത്യം ഞങ്ങളെ കൂടാ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ അപ്പ, ഇന്നലെ രാത്രി കാലത്തിനായി സ്തുതിക്കുന്നു. ആരാധനയായ ഞങ്ങളുടെ പാദപീഠത്തിൽ അടിയങ്ങളായിരിക്കുന്നല്ലോ അപ്പ. ദൈവമേ അപ്പ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കൃപ തന്നു, പാടുവാൻ കൃപ തന്നു അപ്പ. ഞങ്ങൾക്ക് നല്ലൊരു സംഗീതത്തിന് സ്വർഗം നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പ. വീണ്ടും ദൈവമേ അങ്ങയുടെ തിരുമേശ അപ്പ, പുത്രൻ ദൈവമേ തന്റെ രക്തത്താൽ സ്ഥാപിച്ച പുതിയ നിയമത്തിന്റെ ഓർമ്മയ്ക്കായി അപ്പ ഞങ്ങൾ ഭാഗമാക്കാൻ പോകുന്നപ്പ. സഭയെ ദൈവമേ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ അപ്പ. ദൈവമേ ഇത് ദൈവമേ അയോഗ്യമായി തിന്നുന്നവരെ ദൈവമേ അപ്പ ഇത് മരണം വരെ സംഭവിക്കാമെന്ന് പറയുമ്പോൾ യോഗ്യമായി തിന്നുന്നവരുടെ ദൈവമേ അപ്പ അവർ ശക്തി ലഭിക്കുവാൻ ഇടയാകുമാറാകണമേ അപ്പ. അവരുടെ ബന്ധനങ്ങളെ അഴിയുവാൻ ഇടയാകുമാറാകണമേ അപ്പ. ദൈവമേ തലമുണക്കിരിക്കുന്ന ദൈവമേ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. സാക്ഷിവാചകങ്ങളായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന അപേക്ഷിച്ച എല്ലാ ദൈവം പ്രാർത്ഥനാ വിഷയത്തെയും സഭ ഒന്നടങ്ക ദൈവങ്ങൾ കർത്താവിന്റെ ആദ്യം ദൈവമേ അപ്പ ഭരിച്ച് വഴി നടത്തുമാറാകണം. പ്രാർത്ഥനയുടെ കൃപകൾക്കായി സ്തോത്രം തന്നെയുള്ള യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്താണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെ. സ്തോത്രം. ആ വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ആ രക്ഷയെ പ്രാപിച്ചെടുപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് വായിച്ച സങ്കീർത്തനം അതിൻ്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. സ്തോത്രം. സർവാന്തരംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അതേ സ്തോത്രം ഭാഗവും ബാക്കിയില്ലാത്ത വിധത്തിൽ ദേഹി ആത്മാവിൽ നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. സ്തോത്രം. കാരണം അത്രത്തോളമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. സ്തോത്രം. അത്രത്തോളമാണ് നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചത്. സ്തോത്രം. അവൻ നമ്മുടെ അകൃത്യമെല്ലാം മോചിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം രോഗത്തോടുകൂടെ ആമേൻ ആരെങ്കിലും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവം നമുക്ക് അത്ഭുത സൗഖ്യം തരും. ഈ രാത്രികാലം ഈ തിരുമേശയിൽ നിന്ന് നാം പങ്കാളികളായി തീർന്ന് മടങ്ങി പോകുമ്പോൾ, രോഗികളായിട്ട് മടങ്ങി പോകുവാനായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആമേൻ ആരോഗ്യമുള്ളവരായിട്ട്, പ്രൈസിനോട് ശക്തിയുള്ളവരായി, ബലമുള്ളവരായി കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും യോഗ്യരാക്കി കർത്താവ് നമ്മെ മടക്കി അയക്കുക തന്നെ ചെയ്യും. ആമേൻ. സ്തോത്രം.
വിശ്വാസമുള്ളവർ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കു വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. സ്തോത്രം. യഹോവ കൃപയും കരുണയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവനായ തമ്പുരാൻ ഈ രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. സ്തോത്രം. നമുക്ക് നിത്യജീവനെ തരുവാൻ ആമേൻ. സ്തോത്രം. നിത്യജീവങ്ങളിൽ നിന്ന് അകന്നുപോയിരുന്ന നമ്മെ, സ്തോത്രം, നിത്യശിക്ഷാവിധിക്ക് യോഗ്യരായിരുന്ന നമ്മെ, ആദാമ്യ പാപത്താൽ പാപികളായി പിറന്നു വീണ നമ്മെ, സ്തോത്രം, വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ രാത്രികാലം നമുക്ക് പ്രാഗൽഭ്യത്തോട് പറയുവാൻ കഴിയുന്നത്, ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഞാനൊരു ദൈവത്തിൻ്റെ ഭക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുക. സ്തോത്രം. മറ്റുള്ള സകല ജാതികളിലും വെച്ച് ദൈവം യാക്കോബിനെ സ്നേഹിക്കുന്നത് പോലെ യഹോവ ഭക്തന്മാരെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. ആമേൻ. അവൻ്റെ കാൽവരി ക്രൂശിലെ മരണം കൊണ്ടാണ്, യാഗം കൊണ്ടാണ് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയായത്. സ്തോത്രം. അവൻ കാൽവരി ക്രൂശിന്മേൽ തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം, ആമേൻ, ഇവിടെ പ്രാഗൽഭ്യത്തോടെ ഇരുന്ന് അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നത്. സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അർത്ഥാൽ അവനെ കൈക്കൊള്ളുന്ന, അവനിൽ വിശ്വസിക്കുന്ന തൻ്റെ ദൈവമക്കളെ അവൻ സ്നേഹിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെല്ലാവരും രക്ഷിക്കപ്പെട്ട അവൻ്റെ മക്കളും അവകാശികളുമായി തീരണമെന്നുള്ളതാണ് ആമേൻ ദൈവത്തിൻ്റെ പരമയാഗത്തിൻ്റെ, യേശുവിൻ്റെ പരമയാഗത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന് 18-ഉം 19-ഉം വാക്യം വായിക്കുമ്പോൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ നിങ്ങൾ അറിയുന്നുവല്ലോ. വിലയേറിയ രക്തം, യേശുവിന്റെ രക്തം വിലയേറിയതാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തം ന്യായത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ, സ്തോത്രം, ന്യായം കിട്ടാതിരുന്നിട്ടും, സ്തോത്രം, എനിക്ക് ന്യായം തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാതെ വേണം പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ യേശു തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്തത് നമുക്ക് ന്യായം ലഭിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായ ന്യായം ഒരു പക്ഷേ ലഭിച്ചു എന്ന് വരികയില്ല. സ്തോത്രം. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഈ ലോകം നമ്മെ പകച്ചു എന്ന് വരാം, ഈ ലോകം നമ്മെ നിന്ദിച്ചു എന്ന് വരാം, ഈ ലോകം നമ്മെ വിടക്ക് നേടി എന്ന് വരാം. എന്നാൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ന്യായം തരുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന, ഈ ലോകത്തിൽ ആമേൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന തൻ്റെ ജനത്തിന്, സ്തോത്രം, നിന്ദയും ദുഷിയും പഴിയും അനുഭവിക്കുന്ന തൻ്റെ ജനത്തിന് ദൈവം ന്യായപാലകനായി ഒരു ദിവസം എഴുന്നേറ്റ് വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ഭൂലോകത്തെ നീതിയോടും ന്യായത്തോടും കൂടെ ആമേൻ വിധിക്കുന്ന ദൈവമാണ്. സ്തോത്രം.
ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമ്മെ സ്തോത്രം ഹല്ലേലൂയ ആ പൗരത്വത്തോട് സംബന്ധമുള്ളവരാക്കി തീർക്കുവാൻ, ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരായി തീർക്കുവാൻ, ഇരുട്ടിൻ്റെ അവകാശത്തിന് അടിമപ്പെട്ടിരുന്ന നമ്മെ ആമേ വെളിച്ചമുള്ളവരാക്കി തീർക്കുവാൻ, കാൽവരിക്കൊരമരത്തിൽ ആമേ ലോകത്തിൻ്റെ വെളിച്ചമായവൻ പരമയാഗമായി തീർന്നു. സ്തോത്രം. ദരിദ്രന്മാരായിരുന്ന നമ്മെ ഓരോരുത്തരെയും സമ്പന്നന്മാരാക്കി തീർക്കുവാൻ പരമസമ്പന്നനായ തമ്പുരാൻ സ്തോത്രം കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആകയാൽ സ്തോത്രം. എൻ്റെ സർവാന്തരംഗവുമേ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. സ്തോത്രം. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവജനത്തിൻ്റെ മേൽ പിശാചിന് സ്തോത്രം ഹല്ലേലൂയ യാതൊരു അവകാശം പറയുവാൻ കഴിയുകയില്ല. സ്തോത്രം. ദുഷ്ടൻ്റെ തീയമ്പുകളൊന്നും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവജനത്തെ തൊടുവാൻ കഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം എപ്പോഴും അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇന്ന് നാം സങ്കീർത്തനം വായിച്ചപ്പോൾ 19 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്, യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരണം. സ്തോത്രം. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ആജ്ഞ അനുസരിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതിനാണ് പറയുന്നത് ആമേൻ. സ്തോത്രം. വചനം പ്രഘോഷിപ്പിക്കപ്പെടുമ്പോൾ എവിടെ പോയി വചനം കേൾക്കാൻ നമുക്ക് കഴിയുമോ? ഏത് മീഡിയയിൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ കഴിയുമോ? തിരുവചനത്തിൽ കൂടെ നമുക്ക് വചനം വായിക്കത്തക്കവണ്ണം തിരുവചനം എപ്പോഴും നമ്മുടെ അടുക്കലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം വായിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകമേൽ ഇതെഴുതി വയ്ക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആപത്ത് കാലത്ത് ഇത് തുണ നിൽക്കുന്നതാണ് തിരുവചനം. സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്നതാണ്, ധൈര്യം പകരുന്നതാണ് തിരുവചനം. സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ഹല്ലേലൂയ നമുക്ക് ബലം തരുന്നതാണ് ഈ തിരുവചനം. ക്ഷീണത്തിൻ്റെ നടുവിൽ നമ്മെ ബലപ്പെടുത്തുന്നതാണ് ഈ തിരുവചനം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരെല്ലാം ആരാ? അവൻ്റെ ദൂതന്മാരാ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആരാ? ആമേൻ. സ്തോത്രം. ദൂതന്മാരാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയുവാൻ? ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ വസിക്കുന്ന ദൂതന്മാരെ കുറിച്ചല്ല ദൈവം പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതുവായികളായി ലോകത്തെ എവിടെ കൊണ്ടുപോയാലും ഈ ദൈവത്തിൻ്റെ വചനത്തെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ താല്പര്യമുള്ളവർക്കാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദൂതന്മാരായ അവൻ്റെ നക്ഷത്രങ്ങളായി മാറുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. നാം ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠന്മാരായി തീരുവാനാണ് ദൈവം കാൽവരി കൊരമരത്തിൽ യാഗമായി തീർന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം ആമേൻ. സ്തോത്രം.
ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ആമേൻ അണിയിക്കുന്ന ദൈവമാ സ്തോത്രം. നമ്മുടെ പുത്രനാ ദൈവത്തെ അങ്ങനെ അണിയിച്ച് ലോകത്തിലേക്ക് അയച്ചു എങ്കിൽ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇത് രാത്രി കാലം ഹല്ലേലൂയ അതിലും ശ്രേഷ്ഠമായൊരു സ്ഥാനം ദൈവം ദൂതന്മാരെന്നുള്ള പദവി നമുക്ക് നൽകി തന്നിരിക്കുക സ്തോത്രം. പൗലോസിനെ പോലെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നാം കാലിന് ചെരുപ്പാക്കണം സ്തോത്രം. പ്രൈസ് ലോർഡ്. അതിനുവേണ്ടിയ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. നാം സ്തോത്രം ഹല്ലേലൂയ അവനെ തിരഞ്ഞെടുത്തതല്ല സ്തോത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു സ്തോത്രം. പ്രൈസ് ലോർഡ്. നാം ഫലം കായ്ക്കണം. അതാണ് ദൈവത്തിൻ്റെ പരമയാഗത്തിൽ കൂടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അനേക പദവികൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നു. മക്കളും പ്രിയ മക്കളും എന്ന പദവി നമുക്ക് തന്നു. നമ്മെ അവകാശികളാക്കി തീർത്തു സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ചിലത് ദൈവം നമ്മിൽ നിന്നുകൂടെ പ്രതീക്ഷിക്കുകയാണ് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം ആമേൻ സ്തോത്രം 27-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പീലാത്തോസ് അവരോട് ഒരു മിനിറ്റ് വേറെ സ്തോത്രം. 22 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കാം. നമ്മെ എന്തിനാണ് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ആമേൻ അനേക കഷ്ടതകളിൽ കൂടെ കടന്നുപോയി. ആമേൻ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. നാം ഈ ലോകത്തിൽ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുവാനല്ല സ്തോത്രം. പിന്നെയോ നാം അവൻ്റെ ദൂതുവായികളായി മാറ്റപ്പെടണം സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. വായിക്കാം. പീലാത്തോസ് അവനോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അതിന് 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. സ്തോത്രം. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് സ്തോത്രം. പ്രൈസ് ലോർഡ്. അവനിൽ നിന്ന് നന്മ അനുഭവിച്ച യഹൂദന്മാരും ഇസ്രായേൽ മക്കളും എല്ലാവരും അവനെ തള്ളിപ്പറയുമ്പോൾ ഹല്ലേലൂയ നാം ഒരു കാര്യം ഓർക്കണം. ഗലീലെ കാനാവിൽ മുതൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ തുടങ്ങി. പ്രൈസ് ലോർഡ്. അനേക രോഗികളെ സൗഖ്യമാക്കി. കുഷ്ഠരോഗികൾ പോലും അവൻ്റെ കരങ്ങളുടെ സ്പർശനത്താൽ സൗഖ്യമായി. പിറവിയിലെ കുരുടനായ ആമേൻ സ്തോത്രം കുരുടൻ സൗഖ്യമായി. മുടന്തൻ കുതിച്ചുയരുമാറാക്കി. ചെകിടന് കേൾവി കൊടുത്തു. ആമേൻ. സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള രോഗികൾ അവൻ്റെ അടുക്കൽ കടന്നു വന്ന് സൗഖ്യമായി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു സ്തോത്രം. 12 കൊട്ട നിറച്ചെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ആമേൻ കണ്ട ദൈവത്തിൻ്റെ ജനം ആമേൻ സ്തോത്രം ന്യായശാസ്ത്രിമാരുടെയും ആമേൻ സദൂക്യരുടെയും മഹാപുരോഹിതന്മാരുടെയും ഒക്കെ പ്രലോഭനത്തിന് വഴങ്ങിക്കൊണ്ട് അവരുടെ രക്ഷാനായകനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു സ്തോത്രം. താഴ്ത്തു വായിച്ചാട്ട്. ആരവാരവും അധികമാകുന്നതല്ലാതെ ക്രൂശിക്ക എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം യേശുവിനെ ക്രൂശിക്ക. കൊലപാതകനായ ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആർത്തു വിളിച്ചു സ്തോത്രം. പ്രൈസ് ലോർഡ്. റോമാ ഗവർണറായ പീലാത്തോസിന് പോലും ആമേൻ സഹിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം അവന് ചെവി പൊട്ടിപ്പോകത്തക്ക വണ്ണം അവർ ആർത്തു വിളിക്കുകയാണ്. ആരാവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന്. എങ്ങനെയെങ്കിലും യേശുവിനെ കൊല്ലാതെ രക്ഷിക്കണമെന്ന് പീലാത്തോസിന്
ആമേ ഹൃദയപൂർവ്വമുള്ള ആഗ്രഹമുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളം എടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി. വെള്ളം എടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. സ്തോത്രം. അവരെന്ത് അകൃത്യം ചെയ്തുവോ ആ അകൃത്യത്തിനൊക്കെയും 100 ഇരട്ടിയായി അവർക്ക് പകരം ലഭിക്കുവാനൊക്കെ ഇടയായി. ലോകരാഷ്ട്രങ്ങളിൽ ചിതറിപ്പോയ അവരെ ലോകത്തിൻ്റെ ചക്രവർത്തിമാർ പീഡിപ്പിച്ച കഥകൾ ആമേ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് രാത്രികാലം അതൊന്നും വർണ്ണിപ്പാൻ എനിക്ക് സമയമില്ല. സ്തോത്രം. എന്നാൽ ഇത്രയെല്ലാം യേശുവിനെ അവർ തള്ളിപ്പറഞ്ഞിട്ടും ഹല്ലേലൂയ യേശു തമ്പുരാൻ ഒരക്ഷരം പോലും അവർക്കെതിരെ സ്തോത്രം ഉരിയാടിയില്ല. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു തമ്പുരാൻ ഊമനായിരുന്നു. ശകാരിച്ചിട്ട് പകരം ശകാരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. നീതിന്യായങ്ങളെ നിരത്തി വയ്ക്കുവാൻ യേശുവിൻ്റെ പക്കൽ ഒരുപാട് ഉണ്ടായിരുന്നു. എങ്കിലും സ്തോത്രം അതിനൊന്നും തമ്പുരാൻ തുനിഞ്ഞില്ല. കാരണം തനിക്കറിയാമായിരുന്നു ഏതുദ്ദേശത്തിന് വേണ്ടിയാണ് താൻ ഈ ലോകത്തിലേക്ക് തൻ്റെ പിതാവിനാൽ അയക്കപ്പെട്ടതെന്ന്. സ്തോത്രം. അതുകൊണ്ടാണ് പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, ലോകം മുഴുവൻ അവകാശമായി ഏറ്റെടുത്ത പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ട ജാതികളെ വിടുവിച്ചെടുക്കുവാൻ ഒരു പരമയാഗം ആവശ്യമായിരുന്നു. സ്തോത്രം. എൻ്റെ യേശു നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവരി കൊരമരത്തിൽ യാഗമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്തായിട്ട് വായിച്ചാട്ട് 27 മുതൽ വായിച്ചു. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ചൊരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചിരുന്നപ്പോൾ മേലങ്കി നീക്കി അവർ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശീമോൻ എന്ന പേരിൽ ഒരു കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിപ്പിച്ചു. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലങ്ങിയ വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. അത് രുചി നോക്കിയപ്പോൾ അവന് കുടിക്കുവാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തും 2 കള്ളന്മാരെയും അവനോട് കൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്നിവൻ പറഞ്ഞുവല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനെ നിന്ദിച്ചു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ
എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. Praise the Lord. Hallelujah. അവർ അവനെ മുൾക്കിരീടം ചൂടിച്ചു. സ്തോത്രം. Praise the Lord. മുൾക്കിരീടം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. എത്ര ഭീകരതയുള്ള കിരീടമാണ് യേശു ക്രിസ്തുവിൻ്റെ തലയിലേക്ക് അവർ അടിച്ചിറക്കിയതെന്നുള്ള കാര്യം നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ആമേൻ. സ്തോത്രം. ആ ദേശത്ത് നമ്മുടെ നാട്ടിലെ കട്ടാരമുള്ളിൻ്റെ അത് കൊള്ളുമ്പോഴുള്ള വേദന നമുക്കറിയാം. അതിനേക്കാട്ടിലും വിഷമുള്ള മുള്ളുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ആമേൻ സ്തോത്രം ആ കിരീടം യേശു തമ്പുരാൻ്റെ തലയിലേക്ക് അടിച്ചിറക്കുമ്പോൾ തലയ്ക്ക് ചുറ്റും നിന്നും സ്തോത്രം ഹല്ലേലൂയ രക്തം ധാരധാരയായി ഒഴുകുവാനിടയായി. ആമേൻ സ്തോത്രം. ആ മുൾക്കിരീടം അടിച്ചിറക്കിയ വേദന സ്തോത്രം ഹല്ലേലൂയ തൻ്റെ തലച്ചോറ് മുഴുവനും വ്യാപിക്കപ്പെടുന്നതായിരുന്നു. സ്തോത്രം. എന്തിനാണെന്നറിയാമോ ദൈവമക്കളെ? നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നാം ദൈവത്തിന് ഹിതമില്ലാത്തത് ചിന്തിച്ച് പാപം ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് സ്തോത്രം മുൾക്കിരീടം അണിഞ്ഞു. നമ്മുടെ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ അണികളാൽ തറയ്ക്കപ്പെട്ടു. ദുർനടപ്പിനാൽ ദൈവത്തെ കോപിപ്പിച്ച ദൈവകോപത്തിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനായി നമ്മുടെ കർത്താവിൻ്റെ കാലുകൾ പിണച്ചു വെച്ച് ദുഷ്ടന്മാർ ആണികൾ തറച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ദൈവത്തെ ദുഃഖിപ്പിച്ചതിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, നാം ദൈവത്തെ വേദനിപ്പിച്ച പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ പുറം ഒഴിവുചാല് പോലെ ആ ദുഷ്ടന്മാർ അടിച്ചു കീറി. സ്തോത്രം. ആമേൻ. ഇരുമ്പ് കഷ്ണങ്ങൾ ചൂണ്ടമം മാതിരിയിരിക്കുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇരുമ്പ് കഷ്ണങ്ങൾ കൊരുത്തുണ്ടാക്കിയ ചാട്ടമാറുകൊണ്ട് യേശു തമ്പുരാന്റെ പുറത്തേക്ക് അവർ ആഞ്ഞടിക്കുമ്പോൾ ആമേൻ സ്തോത്രം പൈശാചിക ശക്തികൾ മുഴുവൻ ആ അടിക്കുന്ന പടയാളികളുടെ മേൽ വ്യാപരിച്ചിട്ട് അവൻ ക്രൂരനായി തീർന്ന് യേശുവിന്റെ പുറത്തേക്ക് ചാട്ടവാർ കൊണ്ട് ആഞ്ഞടിച്ച് ആ ചാട്ടവാർ വലിച്ചെടുക്കുമ്പോൾ യേശുവിന്റെ മാംസം ചിന്നിച്ചെതറി പോകുവാൻ ഇടയായി. യേശുവിന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ ആമേൻ സ്തോത്രം വാർന്നു പോകുവാനിടയായി. അവസാനം ഒരു പടയാളി എടുത്ത് കുന്തമെടുത്ത് യേശുവിന്റെ വില്ലാപ്പുറത്തേക്ക് ആഞ്ഞുകുത്തി. സ്തോത്രം. അവസാനം രക്തവും വെള്ളവുമായി. ആമേൻ സ്തോത്രം. അവസാന തുള്ളി രക്തം വരെയും യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് എന്തിനാണെന്നറിയാമോ? സ്വയമായി രക്ഷ പ്രാപിച്ച് പുറത്തു വരുവാൻ, ക്രൂശിൽ മേൽ നിന്ന് ഇറങ്ങി വരുവാൻ, തൻ്റെ വായിലെ ശ്വാസം കൊണ്ട് അവിടെ കൂടിയിരുന്ന ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിക്കുവാൻ ശക്തിയുണ്ടായിരുന്ന യേശു സ്തോത്രം ഒരുവനെ പോലെ മിണ്ടാതിരുന്ന് ഈ സകലവും സഹിച്ചത് എന്തിനാണെന്നറിയാമോ? എന്നെ ഇതിനെയും വീണ്ടെടുക്കുവാൻ, എനിക്ക് നിനക്ക് രക്ഷ നൽകുവാൻ. പെന്തക്കോസ്തുകാരെ പലപ്പോഴും യേശു നമുക്ക് എന്ത് ചെയ്തു എന്നുള്ള കാര്യം നാം മറന്നു പോകുന്നവരാ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, വരാൻ പോകുന്ന നരകം ഹല്ലേലൂയ അതൊരു സുഖവാസ കേന്ദ്രമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത പീഡകൾ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്. സ്തോത്രം. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ആരും ആ നരകത്തിൽ പോയി വീഴരുത്. സ്തോത്രം. എങ്ങനെയെങ്കിലും നമ്മുടെ കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. അതിനുള്ള വഴിയാണ് നമ്മുടെ കർത്താവ് കാണിച്ചു തന്നിട്ട് ഇവിടുന്ന് കരേറിപ്പോയത്. സ്തോത്രം.
ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്തോത്രം. ഹല്ലേലൂയ. താൻ സ്വർഗാരോഹണം ചെയ്ത പോലെ തന്നെ വീണ്ടും വരുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളാൽ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ യേശു വരാൻ സമയമായി ദൈവമക്കളെ. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റിത്തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ തമ്പുരാൻ നമ്മെ പാപികളായിരുന്ന നമ്മെ, ഹീനന്മാരായിരുന്ന നമ്മെ സ്തോത്ര മാന്യന്മാരാക്കി തീർക്കുവാൻ, പാപികളും ദോഷികളുമായി തീർന്നായിരുന്ന നമ്മെ വിശുദ്ധരാക്കി തീർക്കുവാൻ, ആമേൻ, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത യേശുവിനെ ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകളിൽ ഒന്ന് ദർശിക്കാം. സ്തോത്രം. കഷ്ടതകളും പങ്കപ്പാടുകളും സഹിച്ച്, വേദന സഹിച്ച്, മുറിവുകൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, മുറിവുകളിൽ നിന്ന് രക്തം താരതാരയായി ഒഴുകിക്കൊണ്ട് ഗോൽഗോഥായുടെ മലമുകളിൽ കിടക്കുന്ന യേശു തമ്പുരാന്റെ ആ രൂപം ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകളിലേക്ക് ഒന്ന് വരട്ടെ ദൈവമേ. ഇനിയും അവനെ ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവനെ വേദനിപ്പിക്കുന്നവരായി നാം മാറ്റപ്പെടരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലത്തെ മേശമേൽ പങ്കാളികളായി തീരുമ്പോൾ ഒരു തീരുമാനത്തോടെ നാം അടങ്ങി പോകണം. യേശുവേ, നിന്നെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികളൊന്നും ചെയ്യുവാൻ എനിക്കിടവരരുതേ. നിന്റെ മുറിവുകളെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യുവാൻ ഇനിയും എനിക്കിടയാകരുതേ എന്നുള്ള ഒരു തീരുമാനത്തോടെ. ആമേൻ. സ്തോത്രം. കർത്താവ് നമുക്ക് ആരോഗ്യം തരും ദൈവമക്കളെ. കർത്താവ് നമുക്ക് ബലം തരും. കർത്താവ് നമുക്ക് ശക്തി തരും. കർത്താവ് നമുക്ക് സമ്പത്ത് തരും. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നിലൊന്നും നാം സ്തോത്രം, ഹല്ലേലൂയ, മതിച്ചു പോകരുത്. സ്തോത്രം. എന്ത് കർത്താവ് തന്നാലും നന്ദിയുള്ളവരായിരിക്കണം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. സ്തോത്രം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നാം മാറ്റപ്പെടണം. സ്തോത്രം. അവന്റെ ശുശ്രൂഷകന്മാരായി, അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകന്മാരായി, ലോകത്തിന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നാം മാറണം. സ്തോത്രം. അതിനുവേണ്ടിയാണ് കർത്താവ് കാൽവരി കൊലമരത്തിൽ യാഗമായി തീരുന്നത്. ആമേൻ. കർത്താവിന്റെ വരവെങ്കിൽ തൊടിയിടയ്ക്കുള്ളിൽ നാം രൂപാന്തരപ്പെടും. അവിടെ വലിയൊരു വചനത്തിന് മുമ്പിൽ നമ്മെ ഇരുത്തും. സ്തോത്രം. പ്രതിഫലം വിഭാഗിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ചുമതലപ്പെട്ടൊരു പ്രതിഫലം കൊടുക്കേണ്ടതിനായിട്ട് ദൂതന്മാർ അവിടെ എഴുന്നേറ്റ് നിൽക്കും. സ്തോത്രം. നാം ചെയ്ത ഓരോ പ്രവൃത്തികളും അവിടെ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അന്ന് നാം ലജ്ജിച്ചു പോകരുത് ദൈവമക്കളെ. സ്തോത്രം. ജയാളികളായി തീരണം. ജയിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ആമേൻ സ്തോത്രം കിരീടങ്ങൾ ധരിക്കുവാൻ തക്കവണ്ണം നാം യോഗ്യരായി തീരണം. സ്തോത്രം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാത്രമേ ആമേൻ അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ എന്തു പ്രതിഫലം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളത് സ്തോത്രം തീരുമാനിക്കുവാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി പിന്നെ ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തെ ചെലവിടണമെങ്കിൽ, ഒരാളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനെ മുടക്കണമെങ്കിൽ, ആമേൻ സ്തോത്രം, ഈ ലോകത്തിൽ നാം ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ രാത്രികാല തിരുമേശയിൽ നാം സ്തോത്രം കരങ്ങളെ നീട്ടുന്നതിന് മുമ്പ് നാം ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഈ രാത്രികാലം ഈ തിരുമേശയിൽ പങ്കുകൊണ്ട് ബലവാന്മാരായി ശക്തി ധരിച്ചവരായിട്ട് ആമേൻ ഇവിടുന്ന് കടന്നു പോകുവാൻ, നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഒരു മിനിറ്റ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ മേശമേൽ അപ്പവീഞ്ഞുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രമീകരിക്കപ്പെട്ട
അപ്പവും വീഞ്ഞുമാണ് ഇവിടെയുള്ളത്. സ്തോത്രം. ഈ മേശമേൽ ക്രമീകരിക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഈ മേശമേൽ ക്രമീകരിച്ചിരിക്കുന്ന മുന്തിരിച്ചാറ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ തിരുരക്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സ്തോത്രം. ഈ അപ്പവും വീഞ്ഞും എത്രത്തോളം സ്തോത്രം ഹല്ലേലൂയ ശുദ്ധിയായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ ഉപരിയായിട്ട് സ്തോത്രം ഹല്ലേലൂയ നാം നമ്മെ തന്നെ ക്രമീകരിച്ചിട്ട് വേണം ഇതിൽ പങ്കാളികളായി തീരുവാൻ. സ്തോത്രം. ഇതിൽ മേൽ യോഗ്യരായി തീരുന്നവരെങ്ങനെയായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാം ഇതിന്മേൽ പങ്കാളികളായി തീരുവാനുള്ള യോഗ്യത. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി നാം വിശുദ്ധിയെ തികഞ്ഞവരായിരിക്കണം. സ്തോത്രം. പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കുന്നവരായി തീരരുത്. സ്തോത്രം. ഈ ലോകത്തിന് അനുരൂപരായിരിക്കുന്നവർക്കാർക്കും ഇതിൽ പങ്കാളികളായി തീരുവാനുള്ള യോഗ്യതയില്ല. സ്തോത്രം. വിശുദ്ധന്മാർക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന അപ്പവീഞ്ഞുകളാണ് സ്തോത്രം ഈ മേശമേൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതിൽ പങ്കാളികളായി തീരുന്നവർ സ്തോത്രം പ്രൈസ് ദി ലോർഡ് തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ട് 1 കൊരിന്ത്യർ ലേഖനം. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. സ്തോത്രം. അനേകരും നിദ്ര കൊള്ളുന്നു. മനുഷ്യർ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനായി എനിക്കിതിൽ പങ്കാളിയായി തീരുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഒരാഴ്ച മാറിയിരിക്കാം. സ്തോത്രം. എന്നാൽ അടുത്ത ആഴ്ച നീ വരുമ്പോൾ ക്രമീകരണം പ്രാപിച്ച് ഇതിൽ പങ്കാളികളായി തീരണം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 57-ാമത് വാക്യം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാൻ സുവിശേഷം 6-ന്റെ 51-ാം വാക്യം വായിച്ച സഹോദരി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. തിന്നാതിരിക്കുന്നവനോ, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ, തിന്നാതിരിക്കുന്നവനോ പ്രൈസ് ദി ലോർഡ്, തിന്നാതിരിക്കുന്നവന് ജീവനില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ മാറിയിരിക്കാം. എന്നാൽ എന്നും ഇതിൽ നിന്ന് മാറിയിരിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഏത് വിഷയത്തിൻ്റെ മുഖത്ത് ഇതിൽ നിന്നും മാറിയിരിക്കുന്നുവോ ആ വിഷയത്തിന്മേൽ ക്രമീകരണം പ്രാപിച്ച് ഇതിൽ നാം പങ്കാളികളായി തീരണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൽ നിന്ന് മാറിയിരിപ്പാൻ നമുക്കാർക്കും സ്തോത്രം അവകാശമില്ല. ക്രമീകരണം പ്രാപിച്ച് എല്ലാം എപ്പോഴൊക്കെ തിരുവത്താഴം ആമേൻ സ്തോത്രം കൊണ്ടുവന്നാലും അപ്പോഴൊക്കെയും നാം അതിൽ പങ്കാളികളായി തീരുവാൻ യോഗ്യതയുള്ളവരായി തീരണം. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ.
തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹേതുവായി നിങ്ങൾ പലരും ബലഹീന രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിലാകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ ദൈവത്തിന്റെ ഭയത്തിലെ മറ്റുള്ളവരെ വിധിപ്പാൻ ആമേൻ പ്രമാണമില്ല. നൽകി അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്കാ തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്കാ അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി അപ്പം ഒന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്കാ തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്കാ മഹാത്മ്യം ഇതിലനവധിയുണ്ടു രഹസ്യമേ മഹാത്മ്യം ഇതിലനവധിയുണ്ടു രഹസ്യമേ ഏകൻ പോയല്ലോ ബലി കഴിവതിനായി ഏകൻ പോയല്ലോ ബലി കഴിവതിനായി പൊന്നേശു നരത്തിരു ബലി മരണം നീനപ്പാൻ പൊന്നേശു നരത്തിരു ബലി മരണം നീനപ്പാൻ തന്ന ഒരു നിയമം അതിശയമേ തന്ന ഒരു നിയമം അതിശയമേ പൊന്നായ തിരുജടം നരർക്കു വേണ്ടി പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും മഹാത്മ്യം ഇതിലനവധിയുണ്ടു രഹസ്യമേ മഹാത്മ്യം ഇതിലനവധിയുണ്ടു രഹസ്യമേ ഏകൻ പോകുന്നു ബലി കഴിവതിന് ഏകൻ പോകുന്നു ബലി കഴിവതിന് നരർക്കു വേണ്ടി നുറുക്കി പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുക്കി ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നും ഇതിലനവധിയുണ്ട് രഹസ്യമേ മഹാത്മ്യം ഇതിലനവധിയുണ്ട് രഹസ്യമേ ഏകൻ പോകുന്നു ബലി കഴിവതിനായി ഏകൻ പോയല്ലോ ബലി കഴിവതിനായി ഏകൻ പോയല്ലോ ബലി കഴിവതിനായി
യേശുദാരത്തിരുപരി മരണം നിരപ്പൻ തന്നാലൊരു നിയമം അതിശയമേ തന്നാലൊരു നിയമം അതിശയമേ. താഴെ കഴിച്ച ശേഷം പാനപാത്രമെടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. ഈ പാനപാത്രം കാൽവരി ക്രൂശിന്മേൽ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. പാനം ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് വേണ്ടി കാൽവരി കൊലമരത്തിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ പുണ്യാക രക്തത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. മനുജനം എടുത്ത യേശുരാജൻ നിൻ സമീപത്തിൽ പോ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിനാൽ പൊൻശിരസതിന്മേൽ കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിനാൽ പൊൻശിരസതിന്മേൽ നിന്ദയും ദുഷിയും പീഡയും സഹിച്ചു രുധിരം ചോരിഞ്ഞു നിനക്കായി കരുണയായി നിന്നെ വിളിച്ചിടുന്നു കരുണയായി നിന്നെ വിളിച്ചിടുന്നു ജനനം എടുത്ത യേശുരാജനിൻ സമീപത്തിൽ പോ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിനാൽ പൊൻശിരസതിന്മേൽ കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിനാൽ പൊൻശിരസതിന്മേൽ നിന്നവൻ ദുഷിയും പീഡയും സഹിച്ചു രുധിരം ചൊരിഞ്ഞു എനിക്കായി വിളിച്ചിടുന്നു കരുണയായി നിന്നെ വിളിച്ചിടുന്നു ദീനമനുജനം എടുത്ത യേശുരാജൻ നിൻ സമീപത്തിൽ പോ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ തലചായുവാൻ സ്ഥലമില്ല
അനുജനമെടുത്ത യേശുരാജൻ നിൻ സമീപേൽക്കൂ ഏറ്റുകൊള്ളവനെ തള്ളാതെ ഏറ്റുകൊള്ളവനെ തള്ളാതെ ശേഷിക്കുകയാണ്. ഇത് വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇതുവരെയുമായിട്ടില്ല എന്നുള്ളതാണ്. ആകയാൽ സങ്കീർത്തനം വായിച്ച പ്രകാരം അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അനേകരെ ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ നമ്മെ തന്നെ വീണ്ടും ദൈവസന്നിധാനം സമർപ്പിക്കാം. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുതില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാവരും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. ഇപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം കൊടുത്ത് അന്യോന്യം സ്വീകരിക്കാം. ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര വ്യാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര വ്യാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നൊരാപം പ്രിയനോട് രാഗം കവർന്നിടുവാൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നൊരാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുവാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര വ്യാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെ എന്നെ മാറി വിളിച്ച. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ
കോടിയോട് കൂടെ എന്നെ മാറി വീണിച്ച സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര മാറി വാരിക്കുമോ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ വെള്ളത്തിൽ ഭൂമിയില പോലെ മില്ലി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ വെള്ളത്തിൽ ഭൂമിയില പോലെ മില്ലി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ഭാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ സർവസുഖ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ സർവസുന്ദരം തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ഭാഗന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ഭാഗന്മാരെ വാരിക്കുമോ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ഭാഗന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല നിന്നെ പിരിഞ്ഞി ലോകയാത്ര ഭാഗന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ഈ സഭായത്തിന്റെ ആരംഭ നിമിഷം മുതൽ ഇത്രത്തോളം കർത്താവിന്റെ ചിറകടിക്കുള്ളിൽ മറഞ്ഞിരിപ്പാൻ, ആത്മബലത്താൽ നിറയപ്പെടുവാൻ, ആത്മശക്തി പ്രാപിക്കുവാൻ, വിടുതലും രോഗസൗഖ്യവും ആരോഗ്യവും ബലവും പ്രാപിച്ച് ആമേൻ സന്തോഷമുള്ളവരായിട്ട് ഈ രാത്രികാലം അടങ്ങി പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഈ രാത്രികാലം ഈ തിരുവേശയിൽ പങ്കുകൊണ്ട എല്ലാ നിന്റെ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഒരു ദുഷ്ടശക്തി നിന്റെ കുഞ്ഞുങ്ങളുടെ മേല് വ്യാപരിക്കുവാനിടയാകാതെ വേണം ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന് വേണ്ടി ഓടുവാനും ധ്വാനിപ്പാന് അവിടുത്തെ ശബ്ദം കേട്ട് ആജ്ഞയിക്കുന്ന വീരന്മാരായി അവിടുത്തെ ഇഷ്ടം ചെയ്ത ശുശ്രൂഷക്കാരായി അനേകായിരങ്ങളെ കർത്താവിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാ നിന്റെ ജനത്തോട് ശക്തീകരിക്കണമേ കർത്താവേ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്ക കാലിന് ചെരുപ്പാക്കുവാന് കർത്താവേ നിന്റെ മക്കളെല്ലാവരെയും ബലപ്പെടുത്തണമേ. കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്നു കർത്താവേ എന്നുള്ള ബോധ്യത്തോടുകൂടെ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അവിടുത്തെ വരവെങ്കിൽ പ്രത്യാശയുള്ളവരായി മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ പറഞ്ഞയക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഞങ്ങളോടും കൂടെ കർത്താവിന്റെ വരവരെയും ഇന്നും വരുന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.